ഹലോ ഫ്രണ്ട്സ്, ഇന്നേ ഞാൻ ഒട്ടും പരിചയമില്ലാത്ത ഒരു വീട്ടിൽ പോയിട്ട് തല്ല് കിട്ടാതെ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ. സ്റ്റാർട്ടിങ് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണും ഈ വീട്ടിലുള്ള മോന് പിറന്നാളാണ് കേട്ടോ. അപ്പം അതിനായിട്ട് ഞാൻ കുറേ പെറുക്കി കെട്ടി പോവുകയാണ്. യഥാർത്ഥത്തിൽ ഈ കൊച്ചിൻ്റെ അപ്പൻ വന്നിട്ട് മസ്കറ്റി ഇരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരനാണ് വിളിച്ച് എന്നെ എനിക്ക് ഈ ഓർഡർ തന്നത് കേട്ടോ. കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് എന്തോ പറയുക, ഒരു സർപ്രൈസായിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കണം, ചോക്ലേറ്റ്സ് ഒക്കെ ഇഷ്ടമാണ്, അതുപോലെ കേക്ക് ഇഷ്ടമാണെന്ന്. അങ്ങനെ ഞാൻ കുറേ കേക്കൊക്കെ ഒരു കേക്ക് ഓർഡർ ചെയ്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന്, പിന്നെ കുറേ ചോക്ലേറ്റ്സ് മേടിച്ച് ദാണ്ട് ഇതുപോലെ അടിപൊളി ഒരു ചോക്ലേറ്റ് ബൊക്കയൊക്കെ ഞാൻ ഉണ്ടാക്കി കേട്ടോ. ഇതിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ അടുത്ത വീഡിയോയിൽ അത് അപ്ലോഡ് ചെയ്ത് തരാമേ. പിന്നെ ഞാൻ ഡ്രസ്സ്, പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നവരൊന്ന് ഗസ് ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ ഞാൻ എല്ലാം റെഡിയാക്കി ഒരു 5 മണിയൊക്കെ ആയ കേട്ടോ. ഞാൻ കൊച്ചിൻ്റെ വീട്ടിലോട്ട് പോകും. വീടിൻ്റെ സ്ഥലമൊന്നും എനിക്കറിയത്തില്ല. ഫോൺ വിളിച്ച് അവർ വഴി പറഞ്ഞു തന്നു. വീട്ടിൽ ആർക്കും അറിയത്തില്ല. അങ്ങനെ ഞാനൊരു സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. അവിടെ ഇനി എന്ത് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് കാണണ്ടായോ? കംപ്ലൈൻറ്റ് ചെയ്യണം ഞാൻ കുറച്ച് വലിയ ആളൊക്കെ ആയിരിക്കും. എത്രയോ എൻ്റെ മോൻ്റെ എത്രയേ ഉള്ളൂ ആള് കാണാൻ. മനസ്സിലായോ ആരെ അടിച്ചത്? ഇല്ലേ? അടിച്ച ആരെയാന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഒത്തിരി പേര് അടിക്കാറുണ്ടോ അതുപോലെ? എവിഡൻസ് കാണിക്കണോ അടിച്ചതിൻ്റെ? വെയിറ്റ് ചേട്ടാ, വീഡിയോ എടുക്കണേ. വീഡിയോ എടുക്കാം. കംപ്ലൈൻറ്റ് ചെയ്യണ്ടല്ലേ? Many more happy returns of the day. Happy birthday. Thank you. പേടിച്ചോയാ? കുറച്ച് പേടിച്ചായിരുന്നു. അറിയാലോ. ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒരു മിനിറ്റ്. ഒരു ചെറിയ കേക്കും ഹാപ്പി ബർത്ത്ഡേ. വോയിസ് റെക്കോർഡ് ചെയ്ത് അത്ര ക്ലിയർ ആയില്ല. വേറെ ഒന്നുമല്ല, കൊച്ചിനോട് പോയി ചോദിച്ചു എൻ്റെ മോനെ എന്തിനാണ് അടിച്ചത്, ഞാൻ സ്കൂളിൽ കംപ്ലയിൻറ്റ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി ഒന്ന് വരട്ടിയായിരുന്നു. അവൻ ആദ്യം ഒന്ന് വരണ്ടു പോയി. പിന്നീട് അതിന് എവിഡൻസ് കാണിക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയി എടുത്തുകൊണ്ട് വന്ന് കൊടുത്തത് ബൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ അവന് പിടികിട്ടി ഇത് പ്രാങ്കായിരുന്നു എന്ന്. എന്തായാലും അവർക്ക് ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന ഗിഫ്റ്റും കേക്കും അതുപോലെ തന്നെ ബൊക്കയൊക്കെ മോന് കൊടുത്തു. മോനെ ബ്ലെസ് ചെയ്തു, വിഷ് ചെയ്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ, അവിടെ വേറെ ആരും ഇല്ലായിരുന്നു കേട്ടോ. കാരണം ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞാണ് വീട്ടിൽ ഇരുന്നത്. അത് കാരണം വേറെ ഗസ്റ്റ് ഒന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേക്കൊക്കെ കട്ട് ചെയ്ത് പാട്ടൊക്കെ പാടിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞങ്ങളിങ്ങി പോന്നു കേട്ടോ. Happy birthday to you. Happy birthday to you, dear Navajit. Happy birthday to you. May God bless you, dear. May God bless you. അങ്ങനെ നമ്മുടെ കേക്ക് കഴിച്ചപ്പോഴാണ് എനിക്ക് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കേക്കായിരുന്നു. ഞാൻ ഇത്രയും ടേസ്റ്റി ആയിട്ട് അധികം കേക്കുകൾ കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഈ കേക്ക് എടുത്ത വീഡിയോസ് വല്ലതും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരാമോ, എനിക്ക് വീഡിയോയിൽ ഇതുകൂടെ ആഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. ഇത് റിച്ച് കേക്ക്സ് എന്ന് പറഞ്ഞ് അവർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അവർക്ക് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ പേജ് ചാനലൊക്കെ ഉണ്ട്. അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർഡർ ചെയ്ത് വാങ്ങിക്കണേ. ഞങ്ങളുടെ ഈ ലൊക്കാലിറ്റിയിൽ, അവരുടെ മാത്തൂരാണ് അവരുടെ പ്ലേസ്, കന്യാകുമാരി ജില്ലയ്ക്കകത്ത്. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വാങ്ങിക്കുക. തീർച്ചയായിട്ടും നല്ല വേർത്തിയായിരിക്കും. ഞാൻ കൊടുത്ത കാശിനെക്കാട്ടിലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് അതാണ് നമുക്ക് ഏറ്റവും പ്രധാനം. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഹോം മെയ്ഡ് കേക്കാകട്ടെ, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. നല്ല ഹൈജീനിക്കായിട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. അത് പറഞ്ഞറിയിക്കാൻ വയ്യ. എല്ലാത്തരം കേക്കും കസ്റ്റമൈസ്ഡ് ആയിട്ടും അവർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ
ആൾക്കാർ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചേക്കണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ പരിസരത്ത് ആർക്കെങ്കിലും ഇതുപോലെ ബർത്ത്ഡേയോ എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തേക്കണേ. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാനും ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.